നമസ്കാരം. ഞാൻ കുറച്ച് കാലമായിട്ട് സുഭാഷിതങ്ങളൊക്കെ പറയുന്നുണ്ട്. പല പല ഗ്രൂപ്പുകളിൽ അത് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, ചിലർ പ്ലേ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നോക്കുന്നു. ആരും ലൈക്ക് ചെയ്യുന്നില്ല. ഇവിടെ ആരും ലൈക്ക് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ സുഭാഷിതങ്ങൾ പറയുമ്പോൾ ഒരു സുഭാഷിതത്തിൻ്റെ പറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ബാക്കിയായിരിക്കാം. അപ്പോൾ സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങളാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നിർമ്മിച്ചതൊന്നും അല്ല, എല്ലാവർക്കും അറിയാം. ഇത് വളരെ പുരാതനമായിരിക്കുന്ന കാലങ്ങളിൽ പല പല ഗ്രന്ഥങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സുഭാഷിതങ്ങളാണ്. നല്ല വചനങ്ങൾ, നല്ല ഭാഷിതങ്ങളാണ്. അതിൻ്റെ അർത്ഥവ്യാപ്തിയും അത്രമാത്രം പ്രസക്തമായിരിക്കും. അപ്പോൾ ഇത് കേൾക്കുന്നവർ, ഇത് കാണുന്നവർ ഒന്ന് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് അത് കേൾക്കുന്നില്ല. ഒരു 280 പേരുള്ള ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ അതിൽ ഏകദേശം ഒരു 260 പേര് ഇത് ഓപ്പൺ ആക്കി. പക്ഷേ കേൾക്കുന്നത് വളരെ തുച്ഛം ആളുകളേ ഉള്ളൂ. വേറെ ഒരു 60 പേരുള്ള ഗ്രൂപ്പിൽ ഏകദേശം ഒരു 32 പേരോളം കാണുന്നുണ്ട്. പക്ഷേ അവർ ഒന്നും ചെയ്യുന്നില്ല. ചില ഗ്രൂപ്പുകളിൽ 170 പേരൊക്കെയുള്ള ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം 150 പേരോളം അത് കണ്ട്. പക്ഷേ ഒരാൾ പോലും ലൈക്ക് ചെയ്തില്ല. ലൈക്ക് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞത് ഒന്നിൻ്റെ പുറകെ അടുത്ത സുഭാഷിതങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ളതായിരിക്കും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സുഭാഷിതം പറയുകയാണ്. അനുകൂല വിമലാംഗീ കുലജാ കുശല സുശീലയെന്നേവം 5 ലകാരം ചേർന്നോരു ഭാര്യയതി പുണ്യവാനു ലഭിക്കുന്നു. അപ്പോൾ തൻ്റെ ഹിതാനുവർത്തിയും സുന്ദരിയും കുലീനയും നല്ല കഴിവുള്ളവളും സൽസ്വഭാവിയുമായ ഭാര്യയെ പൂർവപുണ്യമായുള്ള ഭാഗ്യവാന് മാത്രമേ ലഭിക്കുകയുള്ളൂ. കാരണം ഭാര്യയുള്ളവന് മാത്രമേ യജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഒരു നല്ല ഗൃഹസ്ഥനാകാൻ സാധിക്കുന്നതും ഭാര്യായുക്തന് മാത്രമാണ്. അവന് മാത്രമേ സുഖവും സന്തോഷവും ലഭിക്കുകയുള്ളൂ. നല്ല ഭാര്യയുള്ള ആളുടെ വീട്ടിൽ ലക്ഷ്മീദേവി കുടിയേറുന്നു. അഥവാ നല്ല ഭാര്യ വീടിൻ്റെ ഐശ്വര്യമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ ഓരോ ദിവസം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നിന് ശേഷമുള്ള സുഭാഷിതം അടുത്ത ദിവസത്തേക്ക് കേൾക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിയാകാം. അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാകാം. നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിലാവണം നല്ല ആളുകളുടെ ചിന്തകളെന്നാണ് എനിക്കറിയാവുന്നത്. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ മൊബൈൽ എടുത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരോട് എനിക്ക് വിയോജിപ്പില്ല, അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വല്ലപ്പോഴൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമസ്തേ.